ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്നും തെളിവെടുപ്പ് തുടരും. പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് ഇന്നത്തെ തെളിവെടുപ്പ്. കേസുകളുമായി ബന്ധപ്പെട്ട് നിർണായകമായ സ്ഥലമാണ് പള്ളിപ്പുറത്തെ വീട്. വീടിന് സമീപത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം അസ്ഥികൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ വീടിന് സമീപത്ത് ഉണ്ടാകുമോ എന്ന സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ട്. ഷൈജു കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ഷൈജു, ഈ അന്വേഷണം ഇപ്പോൾ ഏതു വഴിക്കാണ് പോകുന്നത്? നിഷാദ്, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നേരിട്ട് ഒരു തെളിവെടുപ്പിലേക്ക്, അതും നിർണായകമായ ചില തെളിവെടുപ്പിലേക്ക് കടക്കുന്നു എന്ന് വേണം ഇപ്പോൾ പറയാൻ. ഈ 2.5 ഏക്കർ ഭൂമിയുള്ള സെബാസ്റ്റ്യന്റെ ചേർത്തല പള്ളിപ്പുറത്തെ ഈ പരിസരത്താണ് ഇന്ന് പ്രധാനമായും തെളിവെടുപ്പ് നടക്കുന്നത്. ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി JCB എത്തിയിട്ടുണ്ട്. ഈ കാട് വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപകരണങ്ങൾ എത്തിച്ചു, കുളം വറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് മോട്ടോർ സംവിധാനങ്ങൾ എത്തിച്ചു. അല്പസമയത്തിനകം സെബാസ്റ്റ്യനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വളരെ വിശദമായ ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അന്വേഷണ സംഘം ആ അർത്ഥത്തിൽ കടന്നാൽ പല തെളിവുകളിലേക്കും എത്താൻ സാധിക്കും എന്ന ഒരു കണക്കുകൂട്ടലുണ്ട്. കാരണം 4 തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഏറ്റുമാനൂർ സ്വദേശിനിയായ ജൈനമ്മ തിരോധാന കേസും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്ന് അസ്ഥികൂടം കണ്ടെത്തുന്നതും അസ്ഥികൂടം DNA പരിശോധനാ ഫലം വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് മറ്റു 3 കേസ് കൂടി പോലീസിന്റെ മുന്നിലേക്ക്, അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന ഉണ്ടാവണം. കൂടുതൽ സ്ഥലങ്ങളിൽ അസ്ഥികൂടം ഉണ്ടോ എന്ന ഒരു പരിശോധനയാണ് പോലീസ് അന്വേഷണ സംഘം നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പാണ് ഇന്ന് നടക്കുക. അതിന് ഈ വീടും പരിസരവും അരിച്ചുപെറുക്കി പരിശോധിക്കുക എന്നതാണ്. റഡാർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ പരിസരത്ത് പരിശോധന നടക്കുക. ഏതെങ്കിലും തരത്തിൽ അസ്ഥികൂടത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അതിലേക്ക് അന്വേഷണം നീക്കുക. അതുവഴി കൂടുതൽ തെളിവ് ശേഖരിച്ചുകൊണ്ട് അന്വേഷണത്തെ വ്യാപിപ്പിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ചേർത്തല പള്ളിപ്പുറത്ത് ആരംഭിച്ചിട്ടുള്ളത്. നിഷാദ്.